ഇന്നത്തെ എൻ്റെ വീഡിയോ ദോശ ഹട്ട് ജോഹന്നാസ്ബർഗ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയുടെ പ്രധാനപ്പെട്ട നഗരമായ ജോഹന്നാസ്ബർഗിലാണ് ഈ ദോശ ഹട്ട്. മലയാളികൾ ഒത്തിരി വിസിറ്റ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. ധാരാളമായി പാർക്കിംഗ് ഉണ്ട്. ഇവിടുന്ന് 60 കിലോമീറ്റർ പോയാൽ ജോഹന്നാസ്ബർഗ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അവിടെ ചെന്നു ഞാനും എൻ്റെ കുടുംബവുമാണ് പോയത്. ഞാൻ ഒരു സാധാരണ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. 2 തരം ചമ്മന്തികളും സാമ്പാറും. ഇതിൻ്റെ ഓണർ ഒരു മലയാളിയാണ്, മെയിൻ ഷെഫും ഒരു മലയാളിയാണ്. ജൂനിയർ ഷെഫ് എല്ലാം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. അവരെ നല്ലതായിട്ട് തന്നെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മസാല ദോശയിൽ വളരെയധികം വെറൈറ്റികൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ മസാല ദോശ, ലാമ്പ് വേണ്ടവർക്ക് ലാമ്പ് മസാല ദോശ, അങ്ങനത്തെ എല്ലാ വെറൈറ്റികളും ഇവിടെയുണ്ട്. അതിന് പറ്റുന്ന കറികളും സൈഡ് ഡിഷസും ഇവരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ ബുഫേ കേരളത്തിൻ്റെ ഏകദേശം 50 വിഭവങ്ങളോളം ടേസ്റ്റ് ചെയ്യാം. മോൻ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ മസാല ദോശയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗീ റോസ്റ്റും ചിക്കൻ കറിയും. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഓർഡർ ചെയ്തത് ലാം മസാല ദോശയാണ്. പിന്നെ ഉഴുന്നുവട, അതിന് പറ്റിയ ചമ്മന്തി, സാമ്പാർ, അതെല്ലാമാണ്. ഉഴുന്നുവട കുറച്ചുകൂടെ വേണമെങ്കിൽ ക്രിസ്പി ആകാമായിരുന്നു. പിന്നെ സമൂസ ഇന്ത്യൻ റെസിപ്പി ആണെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ ഒരു വളരെ ഫേവറിറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റെസിപ്പിയാണിത്. പിന്നെ കുറച്ച് ഡിസേർട്ടൊക്കെ ഓർഡർ ചെയ്തു, ഗുലാബ് ജാം, പിന്നെ ഐസ്ക്രീം ഓർഡർ ചെയ്തു. പിന്നെ സേമിയ പായസം ഇന്ത്യയിൽ നിന്നും വേറെ ഒരു ടേസ്റ്റായിരുന്നു ഇതിന്. പിന്നെ ഈ കടയിലുള്ള എല്ലാ റെസിപ്പികളുടെയും ഒരു മെനു ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലോക്കൽ ഡിഷസും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെങ്കിലും നല്ലൊരു എൻജോയ് ചെയ്ത ഒരു ഫുഡിൻ്റെ വെറൈറ്റീസായിരുന്നു. ദോശ ഹട്ടിന് ഒത്തിരി നന്ദി. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.